ഇന്ന് നമ്മളിതാ ഈ ഒരു സ്നാക്കാണ് കേട്ടോ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതിൽ ഞാൻ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ നല്ല പഴുത്ത ഏത്തപ്പഴം, അതുപോലെ അരിപ്പൊടി, ശർക്കര, ഇത്രയാണ് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്ക് കൂടിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനത് ഒരു ഇഡ്ഡലി ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ 2 കപ്പോളം വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു ഇഡ്ഡലി തട്ട് കൂടെ ഇറക്കി വെച്ചതിന് ശേഷം ഞാൻ 2 നല്ല പഴുത്ത ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇത് കൂടെ തൊലിയൊക്കെ കളഞ്ഞ് ആവിയിൽ നിന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ശർക്കര കൂടെ ഉരുക്കിയെടുക്കാം. ഞാനിപ്പോൾ ഒരു 4 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കുക. അപ്പോൾ ആ ഉരുക്കിയെടുക്കുമ്പോൾ അതിലേക്ക് ഏലക്ക പൊടിച്ചതോ അല്ലെങ്കിൽ ചതച്ചതോ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഏലക്ക അപ്പോൾ ഇതാ നമ്മൾ പഴം അടുപ്പത്ത് വെച്ചിരുന്നപ്പോൾ ആവിക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പഴം വേവിക്കാൻ വേണ്ടിയിട്ട് ഇതിലിറക്കി വെക്കുന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ അത് വെന്ത് കിട്ടും കേട്ടോ. എന്തായാലും പഴം നല്ല പോലെ വെന്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഇപ്പോൾ ശർക്കരയൊക്കെ നന്നായി അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നേരത്തെ വേവിച്ച് ഉടച്ച് വെച്ച ഏത്തപ്പഴം ഉണ്ടല്ലോ, അത് കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ശർക്കരപ്പാവിൽ പഴമൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് തേങ്ങ ചിരകിയതാണ് കേട്ടോ. തേങ്ങ ചിരകിയത് ഒരു 1/4 കപ്പോളം മതി. അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
ഞാൻ ഇപ്പോൾ ഇതിലേക്ക് ഈ ഒരു 1/4 കപ്പ് അരിപ്പൊടി മുഴുവനും എടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൽ വെള്ളം കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ അരിപ്പൊടി കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാനിപ്പോൾ കുറച്ചുകൂടെ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം നമുക്കിതൊരു പത്തിരിക്ക് നമ്മൾ കുഴയ്ക്കുമല്ലോ മാവ്, ആ ഒരു പരുവാണ് നമുക്ക് ഇത് കിട്ടേണ്ടത് കേട്ടോ. കാരണം നമുക്കിത് കുഴച്ച് പരത്തി എടുക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനനുസരിച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു മാവിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടെ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ കുഴച്ചെടുക്കാം. പിന്നെ ഇത് നല്ലോണം ചൂടാറിയിട്ടില്ല, കുറച്ച് ചൂടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു കുറഞ്ഞ ചൂടിൽ തന്നെ കുഴച്ചെടുക്കുകയാണ് നല്ലത്. അപ്പോൾ ഇതാ നമ്മുടെ മാവ് കുഴച്ച് ഈ ഒരു പരുവത്തിലായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് എടുക്കാം. ഇനി ഞാനിത് നമ്മുടെ പത്തിരി പ്രസ് ഉണ്ടല്ലോ അതിലൊന്ന് പരത്തി എടുക്കുകയാണ്, പൊടിയൊന്നും ചേർക്കാതെ. പിന്നെ നമ്മൾ ഇത് ഓരോന്നും എടുത്ത് പരത്തി എടുക്കുമ്പോൾ ബാക്കിയുള്ള ഉരുളകളുണ്ടല്ലോ അത് നന്നായിട്ടൊന്ന് അടച്ച് വെക്കണം കേട്ടോ. അപ്പോൾ ഈ ബാക്കിയുള്ള ഉരുളകൾ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് അടച്ച് വെക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ആവശ്യത്തിനുള്ള ഓരോ ഉരുളകൾ എടുത്തിട്ട് ഇതുപോലെ പരത്തിയെടുക്കാം. എന്നിട്ട് ഇതാ ഇതുപോലെ സെൻറ്ററിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി ഞാനിതാ ഇതുപോലെ ഒരു ഷേപ്പിലിങ്ങനെ ചുരുട്ടിയെടുക്കുകയാണ്. ഒരു ഫ്ലവറിൻ്റെ ഒരു ഷേപ്പിലാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്കിനി വേണമെങ്കിൽ ബാക്കിയുള്ള ഒരു പീസ് കൂടെ ഉണ്ടല്ലോ അത് ഒരു ഇതളിൻ്റെ ഷേപ്പിൽ കൂടെ ഇതിൽ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. വേണമെങ്കിൽ മതി, അല്ല ഇനി ഈ ഒരു ഒറ്റ ഷേപ്പ് മതിയെങ്കിൽ അങ്ങനെയും ചെയ്യാം. പിന്നെ നമ്മളിത് ഇങ്ങനെ കാണുമ്പോൾ, അതായത് ഒന്നൊക്കെ ഉണ്ടാക്കി കാണുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള പോലെ തോന്നും. പക്ഷേ ഇത് നല്ല എളുപ്പമാണ്. അപ്പോൾ ഒന്നുകൂടി കാണിച്ചു തരാം. പെട്ടെന്ന് തന്നെ നമുക്കിതുപോലെ ചുരുട്ടിയെടുക്കാം കേട്ടോ. ഇതാ ഒരു പീസ് ഞാനിങ്ങനെ കയ്യിലെടുത്തിട്ടുണ്ട്. എന്താ പെട്ടെന്ന് തന്നെ ഇതുപോലെ ചുരുട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാതും ഇതുപോലെ ഈ ഒരു ഷേപ്പിലാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാതും ഇതുപോലെ ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാനിതാ ഈ ഒരു തട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഹോളുള്ള ഒരു തട്ട് എടുത്തതിന് ശേഷം അതിലൊന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് എണ്ണ പുരട്ടി കൊടുക്കുക, ഒന്ന് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഓരോന്ന് വെച്ച് കൊടുത്ത് ആവിയിലൊന്ന് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. പഴം കൊണ്ടുള്ള ഈ ഒരു സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം.